ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളുടെ സ്കൂളൊക്കെ അടച്ചു. ഇനി കുറച്ച് നാളത്തേക്ക് റെസ്റ്റാണേ. റെസ്റ്റൊന്നുമില്ല, ഓണത്തിൻ്റെ ക്ലീനിങ്ങും കുറച്ച് പ്രിപ്പറേഷനൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഉണ്ടല്ലോ അല്ലേ? ഓണത്തിന് മുന്നേ തന്നെ നമ്മൾ അത്യാവശ്യം ക്ലീനിങ്ങൊക്കെ ചിങ്ങം തുടങ്ങുമ്പോൾ ചെയ്യും. എന്നാലും എനിക്ക് ഇച്ചിരി ക്ലീനിങ്ങുകൾ ഒത്തിരി കൂടുതലുണ്ട്. ഞാൻ കുറേശ്ശെ ചെയ്യുന്നത്. അതുകൊണ്ട് കുറേശ്ശെ ഓരോ റൂമായിട്ട് ക്ലീൻ ചെയ്യും. പ്രത്യേകിച്ചുള്ളത് ഈ ഫാനൊക്കെയാണ് ക്ലീൻ ചെയ്യുന്ന ബുദ്ധിമുട്ട്. ഏണിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് പതുക്കെ എല്ലാം ഇന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ കുറേശ്ശെ ഞാനും ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും അവധി ആയതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത്. പ്രത്യേകിച്ച് പണി ഉണ്ട്. ഇച്ചിരി അച്ചാറൊക്കെ കുറച്ചൊക്കെ ഇട്ട് വയ്ക്കണമെന്നുണ്ട്. നാരങ്ങ അച്ചാർ ഉണ്ട്, പിന്നെ നാരങ്ങ അച്ചാർ, മാങ്ങാച്ചാർ, ഇഞ്ചിക്കറി. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാതെ ഞാൻ കുറേശ്ശെ ഇന്ന് മാങ്ങാച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ ഇച്ചിരി ലേറ്റായിട്ടായത്, മക്കളൊന്നും എണീച്ചില്ല. ആദ്യമേ തന്നെ അടുക്കളയിൽ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് ഞാൻ ആദ്യമേ വിചാരിച്ചു രാവിലെ തന്നെ അങ്ങ് മാങ്ങാച്ചാർ അങ്ങ് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അമ്മ എനിക്ക് കുറച്ച് മാങ്ങയൊക്കെ നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് വാഷ് ചെയ്ത് ഇവിടെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് വാങ്ങിച്ചാണ് 1 കിലോ കേട്ടോ. അത് മൊത്തം അങ്ങ് അച്ചാർ ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഞാനങ്ങനെ മാങ്ങ അച്ചാറൊന്നും അങ്ങനെ ഇട്ട് വയ്ക്കാമല്ലോ, പിന്നെ ഓണം ആയതുകൊണ്ട് ഇട്ട് വയ്ക്കാമെന്ന് കരുതി. അങ്ങനെ കടുവറുത്ത് അങ്ങനെയൊന്നും ഇട്ടില്ല, വളരെ സിമ്പിളായിട്ട് ഉള്ള അച്ചാറാണ്. ഞാൻ അച്ചാറൊക്കെ ഉണ്ടാക്കി വലിയ ടേസ്റ്റ് ഒന്നും കാണത്തില്ല. എന്തായാലും ഒരു രീതിയിൽ അങ്ങ് പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് ഇടാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. എനിക്കറിയത്തില്ല, ഞാനത് യൂട്യൂബിൽ കണ്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പണിയെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ഞാൻ ആ വീഡിയോ ഇതിനകത്ത് ഇടാൻ മിസ്സായിപ്പോയി കേട്ടോ. എഡിറ്റ് ചെയ്തപ്പോഴാണ് ഓർത്തത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ഒന്നും ഇട്ടില്ലല്ലോ. എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ മാങ്ങയൊക്കെ അമ്മ അരിഞ്ഞു തന്നുകൊണ്ട് അത് ആ പണിയും കഴിഞ്ഞ്. പിന്നെ കുറച്ച് ആവശ്യത്തിന് മുളക് പൊടി, കായം, ഉലുവ അങ്ങനെയെല്ലാം തട്ടിയിട്ടു. കടുവറുത്ത് ഇനി അതിനകത്തോട്ട് അതൊന്ന് ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം ഒന്ന് ആറിയ ശേഷം കേട്ടോ, ആറിയ ശേഷം പെട്ടെന്ന് ഈ മിക്സ് ചെയ്ത് വെച്ച മാങ്ങ ഇട്ടു. ആവശ്യത്തിന് ഉപ്പിട്ടോണം കേട്ടോ. അതെല്ലാം മിക്സ് ചെയ്ത് വെച്ച് ഒന്ന് ആറിയ ശേഷം ഒന്ന് ഭരണിയിലാക്കി വെക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അതിനിടയ്ക്ക് വെളിയിലൊക്കെ പോയി, മഴയല്ലേ, വെളിയിലൊക്കെ പോയി ഒന്ന് നന്നായിട്ടെല്ലാം ഒന്ന് എല്ലാ സൈഡിലും കരിയിലേക്കാണ്. അപ്പോൾ കുറേശ്ശെയൊക്കെ ഒന്ന് തൂത്തൊക്കെ വൃത്തിയാക്കാമെന്ന് കരുതി. അങ്ങനെ കുറച്ച് ഒരു സൈഡ്, മറ്റേ ഓപ്പോസിറ്റ് സൈഡ് ഞാൻ ഓൾറെഡി ക്ലീൻ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് അവധിയും കൂടെ ആയതുകൊണ്ട് ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. ഞാൻ വെച്ച് തലമുടിയാണെങ്കിൽ മുടി ഒത്തിരി ഊരിപ്പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വെച്ച് ഇച്ചിരി ചെമ്പരത്തി താളിയൊക്കെ ഇടാമെന്ന് വെച്ച് ശകലം ചെമ്പരത്തി ഉണ്ടായിരുന്നു, അത് എടുത്ത് നല്ലോണം താളിയൊക്കെ ആക്കി ഇട്ട് കൊടുത്തു. ഞാൻ തന്നെ സ്വയമേ ഇട്ടതാണ് കേട്ടോ. ഇട്ട് കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടാട്ടോ. അപ്പോൾ ഞാൻ തന്നെ നല്ലോണം കുറച്ച് നേരം ചെമ്പരത്താളിയൊക്കെ നമുക്ക് മഴയും കൂടെ അല്ലേ, അപ്പം പെട്ടെന്ന് നമ്മൾ വാഷ് ചെയ്ത് ഞാൻ പെട്ടെന്ന് അങ്ങ് കുളിച്ച് റെഡിയാകും കേട്ടോ. ഒത്തിരി നേരം ഒന്നും തലയിൽ വെച്ച് നമുക്ക് ജലദോഷമൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ആ സമയത്താണ് ഇവിടെ അടുത്ത് പള്ളിയിൽ നിന്ന് ഈ പായസം വിതരണം ഉണ്ടായിരുന്നേ. അപ്പോൾ അവർ വീട്ടിൽ കൊണ്ട് തരും നമുക്ക് കേട്ടോ. 1 ലിറ്റർ, 1/2 ലിറ്റർ. അപ്പോൾ ഞാൻ 1/2 ലിറ്റർ വാങ്ങിച്ചുള്ളൂ. പ്രഥമനാണേ, അപ്പം മക്കൾക്കൊന്നും വലിയ ഇഷ്ടമല്ല. അപ്പോൾ അത് എനിക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതും കഴിച്ചു. മോക്കും ഇച്ചിരി ചെമ്പരത്തിയുടെ താളിയൊക്കെ ഇട്ട് കൊടുത്തു, മൂത്താക്ക് ഇളയാക്കും. എന്നിട്ട് അവരെ രണ്ടുപേരെയും കുളിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു. തലമുടി നന്നായിട്ട് മസാജ് ചെയ്ത്, ആഴ്ചയിൽ വല്ലപ്പോഴൊക്കെയാണ് എണ്ണയൊക്കെ തേക്കുന്നത്. അതുകൊണ്ട് തന്നെ മുടിക്ക് വലിയ കറുപ്പൊന്നുമില്ല. അപ്പോൾ എല്ലാ ആഴ്ചയിലും നമ്മൾ നല്ലോണം ഇതൊക്കെ ചെയ്യണം. അപ്പോൾ മുടി നമുക്ക് സംരക്ഷിക്കാനൊക്കെ പറ്റുള്ളൂ. എന്തായാലും ഞാൻ ചെമ്പരത്തി താളി ഇടുന്നുണ്ട്. അപ്പോൾ മക്കൾക്കും വേണമെന്ന് പറഞ്ഞാൽ അവർക്കും കുറച്ച് ചെമ്പരത്തി താളിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം മസാജ് ചെയ്ത് മുടിയൊക്കെ ഞാൻ കെട്ടി വാരി വെച്ചു. ഇനി കുറച്ച് ബദാം വാങ്ങിച്ചതിരിപ്പുണ്ട്. അപ്പോൾ കുറച്ചാണല്ലോ എടുക്കുന്നത്. അപ്പോൾ ഒത്തിരി ബദാം വാങ്ങിച്ച സമയത്ത് ഇതെല്ലാം കൂടി ഇരുന്ന് കേടായിപ്പോവും. അതുകൊണ്ട് ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി വാരി എടുത്ത് വെയിലത്തിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കിയിട്ട് ഡബ്ബയിലൊക്കെ ഇട്ട് സൂക്ഷിക്കാൻ കരുതി. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് മഴയെല്ലാം മാറി നല്ല വെയിലൊന്നും കേട്ടോ. 2-3 ദിവസം കഴുകിയിട്ട തുണിയൊക്കെ ടെറസിൻ്റെ മണ്ടയിൽ കിടക്കുന്നത്, അതെല്ലാം ഞാൻ കൊണ്ട് മുറ്റത്ത് ഒരു ഷീറ്റ് വിരിച്ചിട്ട് അതിനകത്തോട്ട് അങ്ങ് വിരിച്ച് ഇട്ടു. അതെല്ലാം പെട്ടെന്ന് ഉണങ്ങി കിട്ടി. നല്ല വെയിലായതുകൊണ്ട് കല്ലിൻ്റെ പുറത്താണ് പെട്ടെന്ന് ഉണങ്ങി കിട്ടി. ഇനി നമുക്ക് കുറച്ച് കിച്ചണിലോട്ട് കിടന്നാലോ. ഒരു കൂമ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൊട്ടപ്പുറത്തുനിന്ന് തന്ന കൂമ്പാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കാന്താരി മുളകൊക്കെ വെച്ച് അരയ്ക്കാണ്. അപ്പോൾ അടുത്ത് തന്നെ ഒരു 2-3 മൂട് നിൽപ്പുണ്ട്. അതിൽ നിന്ന് കുറച്ച് കാന്താരി മുളകൊക്കെ ഞാൻ എടുത്തു. പിന്നെ കറിവേപ്പിലയൊക്കെ തീർന്നായിരുന്നു, അപ്പോൾ അതും എല്ലാം ഒടിച്ച്. അപ്പോൾ കാന്താരി മുളക് ഞാൻ വന്ന് നോക്കിയപ്പോഴാണ് ഒത്തിരി നിൽപ്പുണ്ട്. അപ്പോൾ അത് ഒത്തിരി നിർത്തിയിരുന്നാലും പിന്നെ പിടിക്കൂലെന്നൊക്കെ പറയാം. അതുകൊണ്ട് ഞാൻ മാക്സിമം കിട്ടാവുന്ന എല്ലാം അങ്ങ്
പറിച്ചെടുത്തു. തോരനൊരു ശകലം മതി കേട്ടോ, 4-5 പീസൊക്കെ മതി. ഒത്തിരി ഒരു ഉണ്ടെങ്കിൽ മക്കൾ കൂട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ആവശ്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന മൂത്തതെല്ലാം ഞാൻ പറക്കി എടുത്തായിരുന്നുണ്ട്. ഇച്ചിരി സമയം എടുത്തു എല്ലാം നുള്ളിപ്പറക്കി പെട്ടെന്ന് എടുക്കാൻ വേണ്ടി. പിന്നെ കറിവേപ്പിലയും കൂടെ, കറിവേപ്പിലയുടെ മൂട് തന്നെയാണ് അവിടെ, മൂട്ടിലാണ് ഈ കാന്താരി നിൽക്കുന്നത്. അപ്പോൾ അതും കൂടെ ഞാൻ കുറച്ച് പറിച്ചെടുത്തിട്ട് നമുക്കിനി അടുക്കളയിലോട്ട് പെട്ടെന്ന് പോകാം കേട്ടോ. കാരണം ഇപ്പോൾ ഓൾറെഡി നല്ല ടൈം ലേറ്റായി. വേറെ തൂക്കാനും തുടയ്ക്കാനും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇച്ചിരി ക്ലീനിങ് ഒക്കെ ചെയ്തു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും ഇട്ടില്ല. എല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകത്തില്ലേ. അപ്പോൾ കിട്ടിയ കറിവേപ്പിലയും കാന്താരി മുളകും നേരെ ഞാൻ കിച്ചണിൽ കൊണ്ടുവന്ന് കൂമ്പൊക്കെ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത്, ഞാൻ ഇതിനിടയ്ക്ക് കൂമ്പിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പം എനിക്ക് പരിചയമുള്ള എൻ്റെ അപ്പച്ചിമാരൊക്കെ പറഞ്ഞു, കൂമ്പ് തോരൻ അരിയുമ്പോൾ ഞാൻ ഈ ഒത്തിരി മുകൾ ഭാഗം ഒത്തിരി പാടകളുണ്ടല്ലോ, അത് ഒത്തിരി ഒന്നും എടുത്ത് കളയത്തേ ഇല്ല കേട്ടോ. 2-3 എടുത്ത് കളഞ്ഞിട്ട് അതെല്ലാം കൂട്ടാരി. അപ്പം എന്നോട് അപ്പച്ചി പറഞ്ഞത് അത് മൊത്തം എടുത്ത് കളഞ്ഞ ഈ വെളുത്ത ഭാഗമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അരിയായി എടുക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഒത്തിരി മാക്സിമം എടുത്ത് കളഞ്ഞായിരുന്നു കേട്ടോ. അതെല്ലാം നല്ല കുനുകുനാന്ന് കൊത്തി എനിക്ക് കൈവച്ച് അരിയാൻ പാടായതുകൊണ്ട് ഞാൻ കട്ടിംഗ് പ്ലേറ്റ് വെച്ച് പെട്ടെന്ന് അരിഞ്ഞ് എല്ലാം വൃത്തിയാക്കി എടുത്തു കേട്ടോ. നിങ്ങൾ കട്ടിംഗ് പ്ലേറ്റ് വെച്ചാണോ അരിയുന്നത്? ചിലർക്ക് ഓരോരുത്തരുടെ ഇതുപോലെ അല്ലേ, ചിലർക്ക് കൈ വെച്ച് അരിയുന്നതായിരിക്കും ഈസി. ഞാൻ എന്തായാലും കട്ടിംഗ് പ്ലേറ്റ് വെച്ചാണ് എല്ലാം അരിഞ്ഞെടുത്തത്. അപ്പോൾ കുറച്ച് വേസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണയൊക്കെ, അതിൻ്റെ ഒരു കറയുണ്ടല്ലോ അത് പോകാൻ വേണ്ടി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ലോണം ഒന്ന് തിരുമ്മിയെടുക്കാം. ഇനി നമുക്കത് നേരെ അടുപ്പത്തോട്ടാക്കാം. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അതെല്ലാം തേങ്ങയൊക്കെ ഓൾറെഡി ചിരകി വെച്ചിട്ടുണ്ട്. അത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുകയും വേണം. ഞാൻ കുറച്ച് ഉപ്പും കൂമ്പും കൂടെ ഫ്രൈങ് പാനിലിട്ടങ്ങ് വെച്ചു. ഇനി നമുക്ക് തോരനൊക്കെ നല്ലതായിട്ട്, തോരന് പ്രത്യേകിച്ച് കാന്താരി മുളക്, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, പിന്നെ തേങ്ങ, ഇതെല്ലാം കൂടെ അരച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഞാനങ്ങ് അരച്ചെടുത്തു. കറിവേപ്പില അല്ലാതെ ഇട്ടുന്നാലേ മക്കളെടുത്ത് കളയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ തേങ്ങയുടെ കൂട്ടത്തിലങ്ങ് അരച്ചിടും. അപ്പോൾ അത്യാവശ്യം അരപ്പെല്ലാം റെഡി ആയിട്ട് വന്നു. ഞാൻ കാണിച്ചു തരാമേ. എനിക്ക് ഇച്ചിരി ശകലം മഞ്ഞൾപ്പൊടി കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് വച്ചു. ഇനി നമുക്ക് കുറച്ച് മീൻകറിയും വെക്കണം, കുറച്ച് മോരുകറി. ഒരു എളുപ്പപ്പണിയുണ്ടേ മോരുകറി. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, മിക്സിയിലിട്ട് അടിച്ചൊരു മോരുകറി. അപ്പോൾ തൈര് ഓൾറെഡി ഇരിപ്പുണ്ട്. അപ്പോൾ ഈ തൈര് തീരുമല്ലോ, ഇപ്പം മോര് എടുക്കുമ്പോൾ തൈര് തീർന്നു. അപ്പോൾ അതിന് വേണ്ടി പാല് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 6-8 സ്പൂണ്, 6-8 സ്പൂണിൽ അത് കൂടുതൽ എടുത്തിട്ടുണ്ട്. ആ തൈര് മൊത്തം ഞാൻ എടുത്തു കേട്ടോ. ഇനി കുറച്ച് ബാക്കി വെച്ചിട്ട് അതിനകത്ത് കുറച്ച് പാൽ എക്സ്ട്രാ ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് കലക്കി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഞാൻ തൈര് നെക്സ്റ്റ് ഡേക്ക് തൈരിന് വേണ്ടി മാറ്റി വെച്ചു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അങ്ങ് മറന്നു. കറിവേപ്പിലയും കൂടി ഇടുന്നത് നല്ലതായിരിക്കും എന്ന് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അമ്മയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കറിവേപ്പില ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കറിവേപ്പില തണ്ടും കൂടി ഇട്ട് കുറച്ച് മിക്സ് ചെയ്ത് നമ്മൾ സ്പൂണിട്ടോ എല്ലാം കറക്കിയാലും മതി, എങ്ങനെയായാലും മതി. കുറച്ച് മിക്സ് ചെയ്ത് ഞാനതങ്ങ് അടച്ചു വെച്ച് മാറ്റി വെച്ചു. അപ്പോൾ അത് ഏകദേശം വൈകുന്നേരമൊക്കെ ആകുമ്പം നല്ല തൈര്, നല്ല കട്ട തൈര് കിട്ടും. ഞാൻ ഫുൾ ഡേ അങ്ങനെ വയ്ക്കാറില്ല. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഞാൻ എടുത്തു മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ ഒത്തിരി പുളിപ്പായി പോകും. ഇനി നമുക്ക് മോര് റെഡിയാക്കാം. പെട്ടെന്ന് തന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ജീരകപ്പൊടി, ഇത്രയും പൊടികൾ. ഓക്കെ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറച്ച് കറിവേപ്പിലും കൂടെ ഞാൻ ഇടും കേട്ടോ. കറിവേപ്പില അല്ലാതെ ഇടും, ഈ അരയ്ക്കുമ്പോൾ അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇടും. ഞാൻ എൻ്റെ മക്കളെ കറിവേപ്പില എടുത്ത് കളയുന്നു. എല്ലാം വീട്ടിലും കുഞ്ഞുങ്ങൾ അങ്ങനെ ആയിരിക്കും, കറിവേപ്പില എടുത്ത് കളയുമായിരിക്കും. അപ്പോൾ അവരെ കറിവേപ്പില തീറ്റിക്കാൻ പറ്റിയൊരു ഐഡിയ ആയിരിക്കും. എല്ലാവരും ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നതല്ലേ. അപ്പോൾ അത് തോരൻ, അവിയൽ അങ്ങനെയൊക്കെ തേങ്ങ അരയ്ക്കുമ്പോൾ അതിനകത്ത് കുറച്ച് കറിവേപ്പില ഇങ്ങോട്ടങ്ങ് അരച്ചാൽ മതി. ഇത് ആക്ച്വലി ജീരകത്തിൻ്റെ പൊടിയാണ്. ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് സ്പൂൺ കാണാനില്ല, പിന്നെ ഞാൻ കൈ വെച്ചൊക്കെ ഇട്ട് തള്ളി അങ്ങിട്ടു. ഇനി ബാക്കി അതെല്ലാം എടുത്ത ശേഷം അതെല്ലാം തിരിച്ചു വെച്ചു ഞാൻ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അതെല്ലാം അടുക്കളയെല്ലാം അപ്പം ഉള്ളതെല്ലാം കഴുകി വയ്ക്കുകയും പാത്രങ്ങളെല്ലാം കഴുകി വയ്ക്കുന്നതാണ് പണി കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെല്ലാം എടുത്തു വെച്ചതിന് ശേഷമാണ് മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്തു കേട്ടോ. ജസ്റ്റ് ഒരു ഒറ്റ ബട്ട്. ഇനി നമുക്കത് ഫ്രൈങ് പാന് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ തോരൻ എല്ലാം റെഡി ആയിരുന്നു കേട്ടോ. മീൻകറിയുടെ അടുപ്പ് ഞാൻ ആ ചട്ടി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട്, ഞാൻ വലിയ കാര്യത്തിൽ ചട്ടിക്ക് വലിയ കാണത്തിൽ നമ്മൾ കൈ വെച്ച് പിടിച്ചതാണ്. നന്നായിട്ടൊന്ന് പൊള്ളിയായിരുന്നു. അപ്പം ഞാനത് വീഡിയോ ആയതുകൊണ്ട് കാണിച്ചില്ല, പിന്നെ ഞാൻ പോയി പൈപ്പ് വെള്ളത്തിൽ കഴുകിയായിരുന്നു കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കടുകൊക്കെ ഇട്ടൊന്ന് തോരൻ റെഡിയാക്കി, തോരൻ ഓൾറെഡി റെഡിയായി മാറ്റി വെച്ചിട്ടുണ്ട്. മോര് കറി, അപ്പോൾ ഏകദേശം മോര് കറിയൊക്കെ റെഡിയായി. ഇനി ഉപ്പൊക്കെ റെഡിയാണെന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ പാകത്തിന്, ആവശ്യത്തിന് ഇച്ചിരി ഉപ്പ് വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒഴിക്കാമല്ലോ. പിന്നെ ഇച്ചിരി ഡെക്കറേഷനായിട്ട് കറിവേപ്പിലയും കൂടെ.
കറിവേപ്പിലയെല്ലാം ഗ്യാസിൽ നിന്ന് തന്നെ എടുത്ത് ഞാനങ്ങ് മാറ്റി വെച്ചു. അല്ലെങ്കിൽ പിന്നെ അവിടെ ഇരുന്നു അത് ഗ്യാസ് സ്റ്റൗവിലൊരു ചെറിയ ചൂടുണ്ടല്ലോ, അതും കൂടി എടുത്ത് ആ സമയത്ത് നമ്മൾ മീൻകറി എല്ലാം തിളച്ച് വന്നു കേട്ടോ. മീൻകറി ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കി കൊടുത്തപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും രുചിയുണ്ടോ. മണം എപ്പോഴും കാണും. എൻ്റെ കറികൾക്കെല്ലാം നല്ല മണമായിരിക്കും, പക്ഷേ ടേസ്റ്റ് ചെയ്യുമ്പോഴാണ് ചിലപ്പോൾ ടേസ്റ്റ് കിട്ടും, ചിലപ്പോൾ ടേസ്റ്റ് കിട്ടത്തില്ല. കൂടുതൽ പ്രാവശ്യം ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ രാവിലെ ഇട്ട് വെച്ച മാങ്ങാക്കറി ഞാനൊരു ഭരണിയിലോട്ട് നേരത്തെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശമൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ പിടിച്ചൊക്കെ റെഡിയായി കേട്ടോ. അപ്പോൾ മാങ്ങാക്കറി മാങ്ങ ആരെങ്കിലും അരിഞ്ഞു തന്നാൽ പെട്ടെന്ന് നമുക്ക് മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. മാങ്ങ ഓൾറെഡി നല്ലതായി. ഇപ്പം ആവശ്യത്തിന് ഉപ്പും കായമൊക്കെ പാകത്തിനുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി അമ്മയെ കൊണ്ട് കാണിച്ചു, അമ്മ ഓക്കെ പറഞ്ഞു. ഇനി അപ്പം അടുക്കളയിൽ പണിയെല്ലാം കഴിഞ്ഞു കേട്ടോ. ആ മീൻകറി ലാസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി. ഞാൻ അവിടേക്കൊന്ന് തൂക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ക്ലീൻ ചെയ്ത സമയത്ത് കുറച്ച് പൊടിയെല്ലാം തറയിലുണ്ട്. അപ്പോൾ അതെല്ലാം തൂത്തുവാരി ഞാൻ ഇനി എടുത്തു കേട്ടോ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ പണിയെല്ലാം കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് ഫ്രഷായിട്ട് കുറച്ച് തുണികളെല്ലാം ഞാൻ വെളിയിലിട്ടിട്ടുണ്ടല്ലോ, അതെല്ലാം നമുക്കിനി എടുക്കണം. അത്രയേ ഉള്ളൂ. പിന്നെ ഫുഡ് കൊടുക്കണം, മക്കൾക്ക് ഫുഡ് കൊടുക്കണം. പിന്നെ മോൾക്കിന്ന് പാട്ടിൻ്റെ ക്ലാസ് ഉണ്ട്, അപ്പോൾ മോളെ കൊണ്ടാക്കണം. അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഉള്ളൂ. പെട്ടെന്ന് തൂപ്പും എല്ലാം കഴിഞ്ഞിട്ട് ഞാനൊന്ന് കുളിയെല്ലാം കഴിഞ്ഞ് ഫ്രഷായിട്ട് വരാം. അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി ബാക്കി തുണികളുടെ അപ്പം അത്യാവശ്യം തുണിയെല്ലാം ഞാൻ പറക്കിയെടുത്ത് നല്ല വെയിലായതുകൊണ്ട് പിന്നെ നമ്മൾ ഓണത്തിൻ്റെ സ്കൂൾ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞ ശേഷം കുട്ടികളുടെ പട്ടുപാവാട എല്ലാം കഴുകി ഇട്ടു. പിന്നെ എൻ്റെ സാരി ഉണ്ടായിരുന്നു, അതെല്ലാം കഴുകി ഞാൻ അങ്ങ് ഇട്ടു. അപ്പോഴും ബദാം ഉണങ്ങിയിട്ടില്ല കേട്ടോ. ഒരു സൈഡ് ഉണങ്ങിയുള്ളൂ, രണ്ടാമത്തെ സൈഡ് ഉണങ്ങാൻ വേണ്ടി ഞാനവിടെ വീണ്ടും നൂർത്തി ഇട്ടു. അപ്പം ഞാനിങ്ങനെ മുടി ഇങ്ങനെ തട്ടി തട്ടി ചെയ്യാറില്ല, പക്ഷെ അതിൻ്റെ ഇന്ന് ചെമ്പരത്തിയുടെ താളി ഉപയോഗിച്ചുകൊണ്ട് ആ ഇലയെല്ലാം മുടിയിൽ പറ്റിയിരിക്കുക. അപ്പോൾ അതെല്ലാം തട്ടി തട്ടി കളയണേ. അല്ലാതെ പിന്നെ ചില ദിവസങ്ങളിലൊക്കെ സമയമുള്ള സമയത്ത് ചുമ്മാ നമ്മളെ തലമുടിയുടെ സ്കള്ളൊക്കെ ഒന്ന് വെയിലൊക്കെ കാണിക്കുന്നത് നല്ലതായിരിക്കും. ചില ദിവസങ്ങളിൽ ഞാൻ ഇതൊക്കെ ചെയ്യും. ചിലപ്പോൾ ഭയങ്കര വെയിലുള്ള സമയത്ത് അതൊന്നും ചെയ്യാറില്ല, പക്ഷേ എപ്പോഴും നല്ലതായിരിക്കും. ഇപ്പം മുടി പണ്ടത്തെ പോലെ മുടിയൊന്നുമില്ല, എല്ലാം ഊരി എല്ലാം പോയി. അപ്പം നമ്മുടെ മീനൊക്കെ റെഡിയായി. ഇനി മോൾക്ക് ചോറ് കൊടുക്കാൻ സമയമായി. ഇപ്പം മോൾക്ക് 2 മണിയാകുമ്പോഴത്തേക്ക് പാട്ട് ക്ലാസ്. അപ്പോൾ അതിന് മുന്നേ മോൾക്ക് ഫുഡ് ഓൾറെഡി ലേറ്റായി. മോൾ റെഡിയായി വയ്ക്കാൻ പോകും. അപ്പോൾ മോള് പറഞ്ഞു വാരിത്തരാൻ പോകുന്നു. അപ്പോൾ ഫുഡൊക്കെ ഞാൻ പെട്ടെന്ന് വാരി കൊടുത്താൽ പെട്ടെന്ന് പണി കഴിയുമല്ലോ. അപ്പം തോരൻ, നമ്മൾ തിന്നത്തെ തോരൻ, പിന്നെ ഇന്നലത്തെ ഇച്ചിരി കപ്പയും ഒരു കറിയും കൂടി ഇരിപ്പുണ്ടായിരുന്നു. ഒരു കറിയൊക്കെ ഞാൻ കുപ്പിയിലാക്കി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ പാത്രം നമുക്ക് കഴുകി വയ്ക്കാൻ പറ്റുമല്ലോ. ശകലം കപ്പയുണ്ട്, അതുകൊണ്ട് ഇന്നലത്തെ കപ്പയും പിന്നെ ശകലം ഇന്നലത്തെ മീൻകറിയും ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് മോദയായിരുന്നു. ഇന്ന് ഞാൻ കറി വെച്ചത് അയലയായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ വേണമെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കക്കയുടെ തോരനും ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് മോക്കതെല്ലാം ഫുഡൊക്കെ കൂടെ വാരി കൊടുക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് തന്നെ ധൃതി പിടിച്ച് ഫുഡെല്ലാം വാരി കൊടുത്തു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പണി തീർന്നു കേട്ടോ. മറ്റേതാകുമ്പം അവർ വിളിച്ച് വന്ന് ഇരുന്ന് കഴിച്ച് എല്ലാം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഇളയ മോൾ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് കുനിഞ്ഞു പോയത് കേട്ടോ. ഇനി മോളെ കൊണ്ടാക്കിയിട്ട് ഞാൻ വന്ന് ഫുഡൊക്കെ കഴിച്ചു. നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഒരു തമിഴ് ഫിലിം വന്നിട്ടുണ്ടായിരുന്നു, അപ്പം മാർഗൻ. അപ്പോൾ ആ സിനിമയൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്തു. ദാറ്റ്സ് ഓൾ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഓക്കെ, താങ്ക് യു.